ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ, 4 മണിപ്പൂവരികിൽ തേൻ തുമ്പികളും കൂട്ടുവന്നേ. ബാക്കി അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാമസിൻ്റെ ഒരു പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ട് എന്നാ പറയുന്നത്, അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരുടെയും കമൻറ്റും പിന്നെ കോളുകളും ഒക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ പറ്റി എന്ന് വെച്ച് കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് BP ലോ ആയി. എന്നാ നമുക്ക് മനസ്സ് ഓരോ ദിവസവും കൂടുന്നതോറും നമുക്ക് പ്രായം കൂടി വരുമല്ലേ. അപ്പം നമുക്ക് മനസ്സിനെ ചിലപ്പോൾ കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്താനൊക്കെ പറ്റത്തില്ലാതെ ചില കാഴ്ചകളൊക്കെ കാണുമ്പോഴും അങ്ങനെ നമുക്ക് വിഷമങ്ങളൊക്കെ തോന്നും. സ്വാഭാവികം, മനുഷ്യരല്ലേ. പക്ഷെ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് പവറായിട്ട് മുമ്പോട്ട് പോകണ്ടേ. ഇതിലും ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിച്ചവളല്ലേ ഈ സിന്ധു സുനിൽ. അപ്പം ഇനിയാണേലും എന്തൊക്കെ വിഷമങ്ങളോ വേദനകളോ ചെറിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. ഈ ലോകം അങ്ങനെ ആയിപ്പോയി അല്ലേ, ഈ ജീവിതം അങ്ങനെ ആയിപ്പോയി, ഈ ലോകം അങ്ങനെ ആയിപ്പോയി, ഈ സമൂഹം അങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മൾ വേണ്ടതിനെ ഉൾക്കൊള്ളുക, അല്ലാത്തതിനെ തിരിച്ച് കളയുക എന്നൊക്കെ ഞാൻ എല്ലാവരോടും എപ്പോഴും ഇതൊക്കെ പറയാറുണ്ട് കേട്ടോ. പിന്നെ മോട്ടിവേഷനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ ഡൗൺ ആയി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു അമ്മ മനസ്സ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്നാലും നമ്മൾ പോസിറ്റീവ് എനർജി ആയിട്ട് നല്ല ആരോഗ്യമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് ഇരിക്കുന്നു. പവർ നല്ല സൂപ്പർ പവറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്. നിങ്ങൾക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണ്. ഒരു ദിവസം തളർന്ന് കുത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ചാടി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരും മിസ് ചെയ്യാണ്ട് നേരെ നമ്മുടെ വീഡിയോട്ട് വായോ. അപ്പോൾ ചേട്ടായി ഓട്ടോയ്ക്ക് സാധനം കൊടുത്തിട്ടുണ്ട്, അതാണെന്ന് തോന്നുന്നു. ഒരു ഓട്ടോയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതാണോ എന്നറിയത്തില്ല. അല്ല, അതല്ല. അപ്പോൾ കുറച്ച് ദിവസം കൂടി മുറ്റത്തോട്ട് ഇറങ്ങിയേക്കുക കേട്ടോ. രണ്ട് സീറ്റോട്ട് പടിയൊക്കെ അഴുക്കുക, അതൊക്കെ ഒന്ന് തുടയ്ക്കണം. അപ്പോൾ കുറേ പരിപാടികളുണ്ട്. ചേച്ചീനെ കണ്ട് കുറേ നാളായി ചേച്ചി മുറ്റത്ത് നോക്കുന്നുണ്ട്. എന്നാ നോക്കുന്നേ? ആ, മിറ്റമൊക്കെ തൂത്തിട്ട് കാലങ്ങളായി. മിറ്റമൊക്കെ ഒന്ന് തൂക്കട്ടെ. മഴ പെയ്യുന്നതുകൊണ്ട് ഇത് കണ്ടില്ലേ കിടക്കുന്നത് ചപ്പടി. ഇന്നൊരു തെളിച്ചമുണ്ട്. നിറച്ച് പൂണ്ടായി നിൽക്കുന്ന നല്ല രസം. ചെടി കുറേ വെട്ടിക്കളയണം, അപ്പടി നല്ല രസം. കണ്ടോ, മഴ പെയ്യും. അതിന് മുമ്പായിട്ട് ഞാൻ മിറ്റം തൂക്കട്ടെ പെട്ടെന്ന് കേട്ടോ. ഇപ്പോൾ ഒരു ഓട്ടോയ്ക്ക് സാധനം ചേട്ടായി കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഓട്ടോ ഇപ്പം വരും. എത്ര ദിവസമായി മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടില്ല ദൈവമേ. സ്കൂട്ടി ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കണം. മഴ കാരണം അവിടെയൊക്കെ ചെടി കാരണം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നും പോകണമെന്നുണ്ട് എനിക്ക്. ഇപ്പോഴേക്ക് യൂസ് ചെയ്യേണ്ട പശുവിനെ കൊണ്ട് കിട്ടിയിരിക്കുന്ന കേട്ടോ. ഓട്ടയെ കൊണ്ടുവന്ന് കുറ്റി പെരക്കകത്ത് വെച്ച് തന്നിട്ട് വസൻ പീറ്റ. ഇവനെയൊക്കെ ചേട്ടായി വിടത്തുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിലേ മുതൽ ചേട്ടായി എനിക്ക് അറിയാവുന്ന പിള്ളേരല്ലേ. അപ്പോൾ അതേ കൊണ്ട് ഈ സിലിണ്ടർ കൊണ്ട് പെരക്കകത്ത് വെച്ച് തന്നു കേട്ടോ. നമ്മൾ പുത്തൻ കുറ്റി കൊടുത്തു വിട്ടിട്ടുണ്ടല്ലോ, ഒരു പഴയ കുറ്റി കിട്ടിയേക്കുന്നത്. എന്തോ സാധനം മേടിച്ച് കൊടുത്തുവിട്ടിട്ടുണ്ടേ. അയ്യോ, പഴയ കുറ്റിയാണ് കൊടുത്തു വിട്ടേക്കുന്നത്. ഇതുകൊണ്ടോ, ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ കൊടുത്തു വിട്ടേക്കുന്നത് ഇതെല്ലാം സാധനം, എന്തോ സാധനമാണ്. ഇതെന്നാണെന്നറിയോ, ഞാനേ നമ്മുടെ ബാത്റൂമിനകത്ത് തറ കഴുകാൻ വേണ്ടി ലൈസോളാണ് ഉപയോഗിക്കുന്നത്. അത് പച്ച നല്ല സ്മെല്ലുണ്ട്. ഇത് പാല്. ഇതെന്നാണെന്നറിയോ, എന്തോ സാധനം. ഇതെന്തോ ആണോ, എന്നാ സാധനം അത്, ഞാൻ പറയാത്ത സാധനമാണല്ലോ. ഓ, പത്തിരി. ഇച്ചിരി കടുകിട്ട് കൊടുത്തു. ഇനി ഞാൻ ഒരച്ചാറും ഇടാൻ പോണേ. അതെന്നാണെന്നറിയാവോ, ഇത് ഞാൻ കഴുകി വാരി വെച്ചേക്കുന്നതാണേ. ഇതെന്നാണെന്നറിയാവോ, നമ്മുടെ ഇലിമ്പിപ്പൊടി ഉണങ്ങിയതാണ്. അപ്പം അതിനെ കൂടെ ഞാൻ അച്ചാറിടാൻ പോവാം. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ശകലം വെളുത്തുള്ളി ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കോഴിയൊക്കെ നോക്കുന്നു. അല്ലേ, ഇനി ഇതൊരു നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് എന്നാ പറഞ്ഞ ഇച്ചിരി മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നമുക്ക് അങ്ങനെ കൂടെ അച്ചാറാക്കാം. ഇതൊക്കെ എന്തിനാണ് ഞാൻ തയ്യാറാക്കുന്നത്? അച്ചാറുകളുടെ പൂരം ഇടുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഇത്
എന്തിനാണ് കുഴപ്പം ഞാൻ പറയാം കേട്ടോ. ഇതൊക്കെ ഇപ്പം എടുക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഇച്ചിരി ഇതൊക്കെ കറിവേപ്പിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്നും അധികം ഒത്തിരി ദിവസത്തേനുള്ളതല്ലല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടല്ലോ, കുറേ നാളത്തേനുണ്ടല്ലോ. അപ്പം അതിന് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തില്ല. കറിവേപ്പിലൊക്കെ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. ഒന്ന് വളർന്ന് കിട്ടട്ടെ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മൂത്ത് വന്നു. തീ കുറച്ചിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, നമ്മളിപ്പം അച്ചാർ പൗഡർ ഒന്നിൻ്റെ ഇത് മേടിക്കുന്നില്ല. അമ്മ വന്നപ്പോൾ മാത്രമേ ഞാൻ ഇച്ചിരി ചിക്കൻ പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല. അവൾ പറഞ്ഞു നമ്മൾ ചിക്കൻ പൊടി ഇട്ട് വെക്കുന്ന കറിക്കാകുമ്പോൾ ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞു. കായമാണേ, ഇച്ചിരി കായം ഇട്ട് കൊടുത്തു. മുളക് പൊടി ഈ ടീമിൽ എന്നാണെങ്കിലും എടുത്ത് വെക്കണം. അല്ലേ ഒരു കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടൊരു 3.5 ടീസ്പൂൺ മതി. ഇത്തിരി ഓവർ എരിവായാലും പ്രശ്നമല്ലേ. പിന്നെ ഉലുവ വറുത്ത് കുടിച്ചത്. കടുക് നമ്മൾ കടുക് എല്ലാം ചേർത്ത് കൊടുത്തേ. മഞ്ഞൾ പൊടി, എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാതെ. നാരങ്ങ ചെറുതായിട്ട് ചൂട് കയറുന്നുണ്ട്. ഇവിടെയൊക്കെ വെച്ച് എന്നാ പറയുന്നത്, എപ്പോഴും ഞാൻ തുടച്ച് നീറ്റായിട്ട് ക്ലീനാക്കി ഇടുന്ന കേട്ടോ. ഇനി ഞാൻ ഇതങ്ങ് ഇട്ട് കൊടുക്കണേ. കഴുകി തന്നെയാണ് കേട്ടോ. ഇത് ഇരുമ്പിപ്പൊടി ചുമ്മാ അരിഞ്ഞുണങ്ങിയതാണ് വേവിച്ച് വെച്ച്. നമുക്ക് ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാതെ, ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിന് ഒത്തിരി അങ്ങ് ചാറ് വേണ്ട, ഒന്ന് പെരണ്ടിരിക്കണം ഉണക്കെ. അപ്പം ഞാൻ തിളപ്പിച്ച വെള്ളം തീ കൂട്ടി വെക്കുവാണേ. എന്നിട്ട് തിളപ്പിച്ച വെള്ളം ഒരു കുറച്ച് വെള്ളം മാറിയിട്ടുണ്ട്. ഇനി അത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഇത് വിനാഗിരി. തന്നെ ഉപ്പ് നീര് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഉപ്പ് ഇത് കലക്കി വെച്ചേക്കാം ഞങ്ങൾ. കൂടുതൽ ഉപ്പ് നീര് ചേർത്താൽ മതി എന്ന് പറഞ്ഞോണ്ടേ. ഇനി ഇവനും എന്നാന്നറിയോ, ഒന്ന് ഇത് ഈ നമ്മുടെ ഉണക്കമാങ്ങയൊക്കെ അച്ചാറിടിയല്ലേ എന്ന് പറഞ്ഞു, അതിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഇവനും ഒന്ന് നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിനകത്ത് ഈ ചാറിനകത്ത് കിടന്നൊന്ന് വേകണം. നമുക്ക് അടച്ചു വെക്കാം. അവനും ഒന്ന് വേവട്ടെ. അപ്പോൾ ഈ നാരങ്ങ എന്നാ വരുവായിരുന്നു നമുക്കൊന്ന് നോക്കാം. ഞാൻ തീ കുറച്ച് വെച്ചേക്കായിരുന്നേ. ചൂട് കയറുന്നേ ഉള്ളൂ. തീ കൂട്ടി വെച്ചു. നന്നായിട്ട് തിളം കയറി കേട്ടോ. നാരങ്ങ നമുക്ക് ഓഫാക്കാം. നാരങ്ങ നമ്മൾ ഇത് പിന്നെ വേവിക്കൊന്നും ചെയ്തതല്ലല്ലോ, ചുമ്മാ മേടിച്ച് ഒന്ന് മുറിച്ച് അല്ല കഴുകിയിട്ട് തുടച്ച് മുറിച്ചിട്ട് ഇതിനകത്തിട്ട് വെച്ചതായിരുന്നു. നമ്മൾ നാരങ്ങയൊക്കെ പിഴിയല്ലേ കറികൾക്കും വെള്ളത്തിനും ഒക്കെ, നാരങ്ങ വെള്ളം കുടിക്കാനൊക്കെ. അപ്പം അങ്ങനത്തെ നാരങ്ങയുടെ തൊലി എല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് വെക്കും, ഉപ്പിട്ട് വെക്കും.
എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ അച്ചാറിടും. സൂപ്പറാട്ടോ. അപ്പം അവ സെറ്റായിട്ടുണ്ട്, നാരങ്ങ സെറ്റായിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. സെറ്റായി കേട്ടോ. അപ്പോൾ അവനെ നമുക്ക് ഓഫാക്കി വെക്കാം. മറ്റേത് ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇച്ചിരി തീ ഒന്ന് കുറച്ച് വെക്കാവേ. ഒരു 2-3 മിനിറ്റ്. വലിയ വേവും കാര്യങ്ങളൊന്നും ഉള്ളതല്ല, എന്നാലും കേടാവാണ്ടിരിക്കണമെങ്കിലേ ഒന്ന് ഇതാക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ ചുമ്മാ പച്ചക്ക് അരിഞ്ഞ് ഉണങ്ങിയതല്ലേ. ഇവനെ ഞാൻ ഓഫാക്കുക. കൈയൊക്കെ പോയി കേട്ടിട്ട് അവിടെ ഇവിടെ എല്ലാം അച്ചാറാണ്. അപ്പോൾ വേണ്ടേ നമ്മുടെ നല്ല അടിപൊളി എന്നതാ ഇരുമ്പിപ്പുളി അച്ചാറും ഇവിടെ സെറ്റ്. അത് ഓഫാക്കാം. നാരങ്ങ അച്ചാറും പരിപാടി കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ആക്കി. അപ്പം ഇവനൊക്കെ തണുത്തിട്ടില്ല. ചട്ടിക്ക് ഇപ്പോഴും ചൂടുണ്ട്, അതുകൊണ്ട് അവിടെ വെച്ചേക്കുക കേട്ടോ. ഇപ്പം തണുത്ത് കാണും. പിന്നെ അപ്പോഴും തണുക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നാരങ്ങ തണുത്തിട്ടില്ല, ചൂടാ നല്ല ചൂടുണ്ട്. അത്രേ ഇല്ലേ. പിന്നെ ഇത് കഴിഞ്ഞ ആദ്യത്തെ ദിവസം വറുത്ത ചക്ക വറുത്തത്. ഇത് ഇനി ഞാൻ ടിനി ഇടണ്ടല്ലോ എന്ന് ഓർത്ത് തണുത്തപ്പോൾ കവറിനകത്ത് ഇട്ട് വെച്ചാൽ ഇത് ഇന്ന് വറുത്ത ചക്ക വറുത്ത കേട്ടോ. അത് നല്ല സൂപ്പർ ചക്ക വറുത്ത. പക്ഷേ ഇത് ഇച്ചിരി ഇതായിപ്പോയി, വെള്ളം കട്ടിയൊക്കെ ഇതായിട്ടേ. പിന്നെ ഇത് ഒരു ഇച്ചിരി പുളിയാണ്. പിന്നെ ഇത് ടിന്നുകളാണ് കേട്ടോ. നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടി ചേട്ടായി മേടിച്ചിട്ട് അത് കഴുകി തൊട്ടച്ച് ഞാൻ ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുന്ന. ഉണങ്ങി എന്നാലും. പിന്നെ അത് അമ്പഴങ്ങ അച്ചാർ. അപ്പോൾ ഇവനെയൊക്കെ വന്നിട്ടൊന്ന് പായ്ക്കൊക്കെ ചെയ്യണം. അപ്പം ഞാൻ സംഘത്തിനൊക്കെ പോയിട്ട് വരാവേ. ഇത് കുമാരിച്ചി കൊണ്ടുതന്ന പൈസയാണ്. ഞാനേ മുമ്പേ വീഡിയോ എടുത്ത് അച്ചാറിട്ടുകൊണ്ടിരുന്നപ്പോൾ കുമാരിച്ചി വന്നേ. കാലിലെല്ലാം ചെളിയായിരുന്നു, അതുകൊണ്ട് ആൾ കയറി വന്നില്ല. ഇന്ന് സ്മിതയ്ക്ക് ഇറക്കറിഞ്ഞു വരാൻ ഭയങ്കര പാടല്ലേ, തെന്നിത്തെറിച്ചെടുക്കല്ലേ. അതിന് സ്മിതയുടെ പൈസ കൊണ്ട് തന്ന കേട്ടോ. മേശ വെച്ച് ഇപ്പം മറന്നുപോയി ഞാൻ പൈസ എടുത്തോണ്ട്. ഏതായാലും വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ട് ശ്രദ്ധിച്ചു. ഇതുകൊണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷാളാട്ടോ. പക്ഷെ മൊത്തം കൊണ്ടോ ഈ സൈഡിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതുകൊണ്ട് പിഞ്ചി പോയി. എന്നോ ഇഷ്ടമാണോ എനിക്ക് ഈ ചുരിദാറും ഷാളും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഷാള് പിഞ്ചിപ്പോയി. ഇനി കറുത്ത നെറ്റ് എടുത്തിട്ട് ഈ സൈഡ് കട്ട് ചെയ്തെടുത്ത് ഈ സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് അടിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. കാരണം ആ ചുരിദാർ നല്ലതല്ലേ. അപ്പം ഞാനിത് തുള ഇട്ടുകൊണ്ട് പോകാനായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ തുള ഇടാൻ നോക്കിയപ്പോൾ അവിടെ കീറിയിരിക്കുന്നു. ഞാൻ കീറി പോവാൻ എന്നാന്ന് അറിയത്തില്ല. പക്ഷെ നല്ലൊരു ഷോളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷോളായിരുന്നു. എന്നെ ഇട്ടാൽ അങ്ങനെ കിടക്കുവേ, നല്ല രസമായിട്ട് കിടക്കും. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം എന്തായാലും ഇവൻ്റെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നോക്കാം. അപ്പോൾ കുറേ ദിവസമായി, 1 മാസത്തിലൊരിക്കലേ ഇപ്പം ഞങ്ങൾക്ക് സംഘമുള്ളൂ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടേ. അപ്പോൾ പുറത്തോട്ട് പോയിട്ട് ഇന്ന് ലാസ്റ്റിൽ പോയി. പക്ഷെ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോയി, ഇവിടെ വന്ന് ഓട്ടോയിൽ ഇറങ്ങി, അത്ര ഇവിടെ നടന്നു പോയില്ല. അപ്പം സംഘത്തിലുള്ളവരെയൊക്കെ കണ്ട് കുറച്ച് ദിവസമായി. പിന്നെ വളയൊക്കെ കാണിക്കണം, ഗിഫ്റ്റൊക്കെ കാണിക്കണ്ടേ. അപ്പം എന്തായാലും സംഘത്തിനൊക്കെ പോയിട്ട് വരാം കേട്ടോ. സമയം 4:15, 4:30. ഇവിടെ നമ്മൾ തൊട്ടടുത്താട്ടോ, പ്രീതിയുടെ വീട്ടിലാണ് സംഘം. അപ്പോൾ പോയിട്ട് പോരാം. അപ്പോൾ സംഘമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ശകലം പൈസ സ്മിതയുടെ ബാക്കിയുണ്ട്, അത് സജീതയിലോട്ട് കയ്യോടെ കൊടുത്തേക്കാം. അവർ കുമാരിച്ചി സജീവൊക്കെ അപ്പുറത്ത് പണിയുന്നുണ്ട്, കയ്യോടെ കൊടുത്തേക്കാം. കാരണം എന്നാണെന്നറിയോ, എൻ്റെ കയ്യിലിരുന്നാൽ അത് ചിലവായി പോകും. നമുക്ക് 100 കൂട്ടം കാര്യമുള്ളിടത്തെ 10 പൈസ കയ്യിലിരുന്നാൽ ചിലവായി പോകും. അതുകൊണ്ടങ്ങ് കൊടുത്തേക്കാം. പലവിധം ചക്ക വറുത്തതെന്നൊക്കെ പറഞ്ഞാൽ ഈ ചക്ക വറുത്തത് സൂപ്പറാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ നമ്മുടെ സ്വന്തം കറിവേപ്പിലയൊക്കെ 5-6 വറുത്ത് കോരിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് കഴിഞ്ഞ ദിവസം വറുത്തത്. പക്ഷേ ഇത് ടേസ്റ്റിനൊരു കുഴപ്പമില്ല. പക്ഷേ ഉണ്ടല്ലോ, ചക്ക ഇതല്ലായിരുന്നു, അപ്പൊടി വെള്ളമായിരുന്നേ, അതുകൊണ്ട് അത് ശരിയായില്ല. പിന്നെ ഞാൻ വറുത്തതല്ലേന്ന് ഓർത്തുകൊണ്ട് മക്കൾക്കും സുനിലിനും കൊടുത്തേക്കരുത്, നീ കഴിച്ചോളാൻ പറഞ്ഞുകൊണ്ട് കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് വറുത്തത് ഇതാണേ. അപ്പോൾ ഞാൻ ഇത് അന്നേരം തന്നെ ഇങ്ങനത്തെ ഒരു കവറിനകത്തോട്ട് ഇട്ട് വെച്ചതാണ്. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ തന്നെ നമ്മുടെ ബേക്കറിയിൽ നിന്ന് 2 ടീ റസ്ക് മേടിച്ച്, പിന്നെ അച്ചാറുകൾ 4 കൂട്ടം അച്ചാറുണ്ട്. എന്നാന്ന് അവൾ നോക്കി പറ്റാം. പിന്നെ അവൾ പറഞ്ഞേക്കുന്ന സാധനം ഇത് കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഞാൻ പാക്ക് ചെയ്ത് ഈ പരുവാക്കി വെച്ചിട്ടുണ്ട്. അച്ചാറിൻ്റെ ടിന്നിൻ്റെ ഇങ്ങനെ അടപ്പൊക്കെ ഇങ്ങനെ ആക്കി, ചിപ്സൊക്കെ അങ്ങനെ ആക്കി, പിന്നെ ഒരു ചിപ്സ് ഇങ്ങനെ ആക്കി. ഇനി ഇതിന് ഞാൻ ആലോചിക്കും ഇങ്ങനത്തെ ഒരു കവറിലൂടെ കയറ്റണമെന്ന്. ഇങ്ങനത്തെ ഒരു കവറിലൂടെ കയറ്റിയിട്ട് ഒരു റബ്ബർ ബാൻഡൂടെ അങ്ങ് ഇടാം അല്ലേ. എന്നാന്ന് ചോദിച്ചാൽ പൊട്ടിപ്പോവോന്നൊരു പേടിയാണ്. ഇത്രയൊക്കെ ആക്കി വെച്ച് ഞാൻ കേട്ടോ. ബാക്കി ചേട്ടായിയോട് ഒരു കാർഡ്ബോർഡ് കൊണ്ടുവരാൻ പറഞ്ഞേ. അതാകുമ്പോൾ അതിനകത്തോട്ട് ഇറക്കി വെച്ച് സെറ്റാക്കിയിട്ട് കാർഡ്ബോർഡ് ഇതാക്കിയാൽ മതിയല്ലോ.
കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഉള്ള കാർഡ്ബോർഡായിരിക്കും ഇത്, കൊള്ളുമോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ചേ ഉള്ളൂ എങ്കിലും സോപ്പ് പൊട്ടിയുടെ കവർ കൊണ്ടുവരാനൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നത്. അറിയത്തില്ല എങ്ങനെയാവുമെന്ന്. പിന്നെ എന്നാ എനിക്ക് ഞാൻ ഇന്നാളെ ഒരു പ്രാവശ്യം അവൾക്ക് ഇച്ചിരി അച്ചാറൊക്കെ ഇവിടെ അയച്ചായിരുന്നേ. അന്നേരം നല്ല അച്ചാറായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടം മീനച്ചാറാണ്. പക്ഷെ നമുക്ക് മീനച്ചാർ ഇപ്പോൾ കടലിലെ പ്രശ്നമൊക്കെ കൊണ്ട് നമ്മൾ മീൻ മേടിച്ചില്ല കേട്ടോ, ഇതുവരെ മേടിക്കുന്നില്ല. അതുകൊണ്ട് മീനച്ചാർ ഇട്ടില്ല. പിന്നെ എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയുടെ മോള് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേനും സിന്ധുമ്മ എനിക്ക് മീനച്ചാറോ എന്തോ അയക്കാൻ പറഞ്ഞു. ഞാൻ മീനച്ചാറും വേറെ എന്തോ 2-3 അച്ചാർ അയച്ചു. അതിവിടെ എറണാകുളത്താണ്. എന്നിട്ട് ആ മീനച്ചാർ മൊത്തം ഉണ്ടല്ലോ, കഷ്ണം മൊത്തം എടുത്ത് കഴിച്ചിട്ട് പിന്നെ ആ കൊച്ചിന് കിട്ടിയില്ല. അതിൽ പിന്നെ ഞാൻ അച്ചാറയക്കാൻ പരിപാടിയൊക്കെ നിർത്തിയിരുന്ന ആവശ്യമാവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും എൻ്റെ ഒരു സന്തോഷത്തിന്, എൻ്റെ ഒരു സമാധാനത്തിന്, കാരണം ഞങ്ങളെ അതേ മൂണക്കാ കുഞ്ഞ് ചേർത്ത് പിടിക്കുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. അത് നമുക്കൊന്നും തന്നങ്ങനെ ആക്കുന്നതൊന്നും അല്ല കേട്ടോ. ചിലർക്കൊരു ഇതുണ്ട്, സമ്മാനം തരുന്നതുകൊണ്ട് അവരോട് മാത്രം സ്നേഹം, അങ്ങനൊന്നുമല്ല. നമ്മൾക്ക് എത്ര വിഷമിച്ചിരുന്നാലും ഉണ്ടല്ലോ, അവൾക്ക് എന്തേലും ടെൻഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവൾ കൃത്യമായിട്ടും എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിച്ച് പിറക്കി. അത് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലേ ചേട്ടനെ വിളിക്കും, ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ അമ്മൂനെ വിളിക്കും. അങ്ങനെ എന്നും പറഞ്ഞവൾക്ക് വിളിച്ച് അന്വേഷിക്കുകയും പിറക്കും. നമ്മൾ തന്നെ പറയുന്നത് ഒത്തിരി ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെ കേട്ടോ. കിടക്കുന്നതിന് മുമ്പേ ആണെങ്കിലും ചിലപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ എന്നെയും ചേട്ടനെയും വിളിക്കും. ഓക്കെ ആണല്ലോ അല്ലേ, സുഖമായിട്ടിരിക്കുവാണല്ലോ അല്ലേ എന്നും ചോദിച്ചാൽ. അപ്പോൾ ചേട്ടാ 1-2 കാർഡ്ബോർഡും ഒക്കെ കേട്ടോ അതൊക്കെ ഒരെണ്ണം ഭയങ്കരതാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇതിനകത്ത് ഒരെണ്ണം അത്രയും ഭയങ്കരൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് മറ്റേതിനകത്തൊന്ന് വെച്ച് നോക്കാം. എന്നിട്ടാണേ അത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചൊക്കെ സെറ്റായിട്ടുണ്ടോ? അന്ന് ഇല്ലേ? അപ്പം മറ്റേത് വെച്ച് നോക്കിയാൽ അത് ഒത്തിരി വലുത് പോലെ തോന്നുന്നു. അതിൻ്റെ ഇടത്തരം ഇല്ലായിരുന്നല്ലേ? ഇത് 4 ടിന്ന് മാത്രം വെക്കാനേ പറ്റത്തുള്ളൂ തോന്നുന്നല്ലേ? ചെറിയ കവറിനകത്ത് കൊള്ളത്തില്ല കേട്ടോ. അപ്പം ഇവനെ നമുക്ക് എങ്ങനെയെങ്കിലും ചെറുതാക്കി എടുക്കാമെന്നും പറഞ്ഞ് ചേട്ടായി നോക്കാമെന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. ഇവനെ പൊട്ടിച്ചിട്ട് ഇച്ചിരി ചെറുതാക്കിയിട്ടേ ഇങ്ങനെ ഒട്ടിച്ചാൽ മതിയല്ലോ. അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇത് പറ്റത്തില്ല. പക്ഷെ ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് ഇതിൽ ശക്കലം കൂടെ വലുതായിരുന്നു ചേട്ടായി. ഇതിൽ ഇച്ചിരി കൂടെ വലുതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് വെക്കാൻ പറ്റുമായിരുന്നു. ഏകദേശം ഒരു ഇവിടെ പോലെ. കാർഡ്ബോർഡ് ഉൾപ്പെടെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അല്ല അന്നേരം മടക്കാനുള്ളതും കൂടെ കൂട്ടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഏതെങ്കിലും ആക്കിയിട്ടുണ്ട് കേട്ടോ. കവറ് ചെറുതാക്കി ഒരു വിധത്തിൽ എന്നിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ മോനെ, ഇത് പൊട്ടാതെ അവരുടെ കൈകളിൽ എത്തിയെന്ന് അറിഞ്ഞാലേ ഇനി ഒരു സമാധാനമുള്ളൂ. അയ്യോ ഇച്ചിരി വേണം. അങ്ങനെ അതിൻ്റെ ഇപ്പുറത്ത് ഒരെണ്ണോടെ ചുറ്റിക്കോ വടങ്ങി ഒട്ടിച്ചിട്ടും തൃപ്തിയാതില്ല. ആ ഒരു പ്ലാസ്റ്റിക് ഫുള്ള് തീർക്കുന്നത് അതെ. ഈ പ്രാവശ്യം അമ്മ വിഷ്ണു വന്നപ്പോൾ എനിക്ക് വീതി കൂടി സെല്ലോ ടൈപ്പും അതൊക്കെ മേടിച്ച് തന്നിട്ട് പോയത്. അത് ഏതായാലും ഉപകാരപ്രദമായി. ഉണ്ടോ? ഞാൻ പറഞ്ഞു മതി ചേട്ടാ, ഇനി പോകത്തൊന്നുമില്ല. കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് പോലും മാറിയില്ല കേട്ടോ. എന്നോട് പറഞ്ഞായിരുന്നു എല്ലാം റെഡിയാക്കി വെച്ചേക്കണേ എന്ന്. ഞാനെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം ആ ഡ്രസ്സും കൊണ്ട് എഴുതി ഒട്ടിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ട് പോയി കുളിക്കാനാന്ന് തോന്നുന്നു കേട്ടോ. അത് ഏതായാലും നന്നായി. അപ്പം എന്നാ ഒട്ടി ചേട്ടായി? അപ്പൊ നമ്മളെ പാക്കിംഗ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. വേണ്ട സാധനങ്ങളെല്ലാം വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പൊട്ടി പോകത്തില്ല കേട്ടോ. ഇപ്പം അങ്ങോട്ടും എടുത്ത് എറിഞ്ഞാലേ ഉള്ളൂ പൊട്ടിപ്പോകത്തില്ല. പൊട്ടിപ്പോയിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അച്ചാർ അയച്ചപ്പോ പൊട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് മീൻ കഷ്ണം മൊത്തം പെറുക്കി തിന്ന്. അത് പൊട്ടിച്ചെടുത്ത് തിന്നാ കേട്ടോ. എന്നിട്ട് ചാറൊക്കെ ആയിട്ട് പൊട്ടിച്ച് കൊടുത്തു. അങ്ങനെ DTDC അയച്ചാൽ മതി, പോസ്റ്റ് ഓഫീസ് അയക്കുന്നില്ല. എടുത്തെറിയല്ലേ? അതെ. പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വരുമ്പോ നമ്മള് വലിയ സന്തോഷിച്ച് പൊട്ടിക്കാറുള്ളതാണ് അല്ലേ? അന്ന് പറഞ്ഞവർക്ക് സന്തോഷിച്ച് പൊട്ടിക്കണം. വലിയ കാര്യമൊന്നും ഇല്ല, എന്നാലും അവക്കൊരു സന്തോഷമാവും എന്നുള്ളത് 100% ഉറപ്പാട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം അല്ലേ ചേട്ടാ? ഭയങ്കര സന്തോഷമാവും. എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു മോളാണ്. എപ്പോഴും. അപ്പൊ എല്ലാ ആശംസയും നേരുന്നു അല്ലേ ചേട്ടായി? ഞങ്ങളെ എന്നും അതേപോലെ തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം എന്ന് പറയുകയും ചെയ്യാണ് കേട്ടോ. അതുപോലെ തന്നെ അതിലൊരു സാധനം മക്കൾക്കും സുനിലിനും കൊടുത്തേക്കരുത്, നീ തന്നെ കഴിച്ചോടാ. അതൊരു സംഭവമുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ. അതെ. അപ്പൊ പുതിയ വീണ്ടും സന്ധിക്കും വരെ വണക്കം.